ഞാൻ അഡ്വക്കേറ്റ് ആൽഫ്രഡ്. വെൽക്കം. ഇരിക്കൂ ഇരിക്കൂ. സാർ, ഇത് ഭൂമിജ, കൊല ചെയ്യപ്പെട്ട അച്യുതന്റെ മകളാ. ഓ ഐ സീ. ഞാനാണ് കേസ് ഫയൽ ഇവിടെ എത്തിച്ചത്. ഞാനിത് പഠിക്കുകയായിരുന്നു. ഐ ആം ഗോയിങ് ത്രൂ ദ എൻറ്റയർ കേസ് ഫയൽ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ദിസ് ഈസ് നോട്ട് ആൻ ഓർഡിനറി മർഡർ കേസ്. ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കേസാണ്. പ്രോസിക്യൂഷൻ വളരെ ശക്തമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുള്ളത്. മർഡർ വെപ്പൺ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിലെ ഫിംഗർ പ്രിന്റ് അംബികയുടേതാണ്. ദാറ്റ് മീൻസ് യുവർ മദർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഴുവൻ പ്രോസിക്യൂഷൻ അനുകൂലമാണ്. സർ, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കുന്ന ആളല്ല. എങ്കിൽ നമുക്ക് റീ പോസ്റ്റ്മോർട്ടത്തിന്റെ അനുമതി നേടാം. ചിലപ്പോൾ ആരെങ്കിലും കാശറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടാകാം. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഈ കേസ് സാധാരണ രീതിയിൽ വാദിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല സർ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എവരി കേസ് ഹാസ് എ ലൂപ്പ് ഹോൾ. ആ ലൂപ്പ് ഹോൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ക്രിമിനൽ ലോയറുടെ ആദ്യത്തെ ചുമതല. ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ മുഴുവൻ പോലീസ് അന്വേഷണവും ഓപ്പൺ ചെയ്യേണ്ടി വരും. ആവശ്യമെങ്കിൽ ഇൻഡിപെൻഡന്റ് ഫോറൻസിക് എക്സ്പെർട്സിനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഓരോ സാക്ഷികളെയും ക്രോസ് എക്സാമിനേഷൻ വഴി വീണ്ടും പരിശോധിക്കും. ഐ മീൻ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. സാർ, സാറിന്റെ പ്രൊഫഷണൽ ഫീ? ഓൺലി 35 lakhs. അതുകൂടാതെ ഡൽഹിയിൽ നിന്ന് ഓരോ ഹിയറിങ്ങിനും വരണം. അതിന് ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ചാർജ്, 5 സ്റ്റാർ അക്കോമഡേഷൻ, ജൂനിയർ അഡ്വക്കേറ്റ് ഫീ, റിസർച്ച് ടീം, പിന്നെ ഫോറൻസിക് ടീം വേറെ. ഇതിൻ്റെ ഫീസ് എല്ലാം നിങ്ങൾ വഹിക്കേണ്ടി വരും. യു ആർ പേയിങ് ഫോർ മൈ എക്സ്പീരിയൻസ്. ഇതെല്ലാം അറേഞ്ച് ചെയ്താല് ഈ കേസ് ജയിക്കുന്നുള്ളതിന്? ഓഫ് കോഴ്സ്, ബട്ട് ഓൺലി 90%. ആലോചിച്ചിട്ട് തീരുമാനിക്കൂ. ഞാനിനി നെക്സ്റ്റ് ഫ്രൈഡേയിൽ ഇവിടെ വരും. ശരി സാർ. ഓക്കെ.